ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിഗ്നൂസ് കിച്ചൺ. ഇന്നത്തെ വീഡിയോ പുഡിംഗ് ആണ്. വളരെ സിമ്പിളും എന്നാൽ ടേസ്റ്റിയുമായിട്ടുള്ള പുഡിംഗ് എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന വീഡിയോയിലൂടെ നോക്കാം. ഞാനിവിടെ ചൈന ഗ്രാസോ ജെലാറ്റിനോ ഒന്നും വെച്ചിട്ടല്ല പുഡിംഗ് ചെയ്യുന്നത്. സാധാ വീട്ടിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടൊക്കെയാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കും തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട്. മാങ്ങ പഴുത്ത മാങ്ങയാണ് കേട്ടോ. മാക്സിമം നിങ്ങൾ നല്ല മധുരമുള്ള മാങ്ങ തന്നെ എടുക്കാൻ നോക്കുക, എന്നാൽ മാത്രമേ ആ പുഡിങ്ങിന് നല്ല ടേസ്റ്റ് കാണത്തുള്ളൂ. അപ്പോൾ ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 1/4 കപ്പ് ഷുഗറാണ്. ചെറിയ കപ്പാണ് കേട്ടോ, നിങ്ങൾ കണ്ടല്ലോ. ഇനി ഇതിലേക്ക് വേണ്ടത് പാലാണ്. ഞാനപ്പോൾ ഇവിടെ ഒരു 1.5 കപ്പ് പാലാണ് ഇവിടെ എടുക്കുന്നത്. പാൽ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കി തിളപ്പിച്ചതിന് ശേഷം തണുപ്പിച്ചെടുത്ത പാലാണ് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലോറാണ്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ആഡ് ചെയ്യുന്നത്. ഇതൊന്ന് നന്നായിട്ട് നമ്മൾ മിൽക്കിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു തരി പോലും വരാൻ പാടില്ല. ഇതുപോലെ നന്നായിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇതേപോലെ കോൺഫ്ലോർ നിങ്ങൾ ഈ ഒരു ക്വാണ്ടിറ്റി തന്നെ ആഡ് ചെയ്യുക, ഒരുപാട് ആഡ് ചെയ്യരുത്, എന്നാൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, അടിയിൽ നിന്ന് പിടിക്കരുത്. ഇതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ആഡ് ചെയ്യുകയാണ്. ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഷുഗർ എടുത്ത് വെച്ചിരുന്നില്ലേ, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, ഒട്ടും അടിയിൽ നിന്നും പിടിക്കാണ്ട് നോക്കണം നിങ്ങൾ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം. ഒരു 1/2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് പകരം ഷുഗർ കുറച്ച് കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, കുഴപ്പമില്ല. ഇളക്കിക്കൊണ്ടേയിരിക്കണം, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മളെ നന്നായിട്ട് ഇളക്കി അതിനെ നല്ല വറ്റിച്ചെടുക്കണം. ഞാനിപ്പോൾ വേറൊരു പാനിൽ നമ്മൾ മാങ്ങ അടിച്ച് വെച്ചിരുന്നില്ലായിരുന്നോ, അതും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് അതിലൊരു കുട്ടി പീസ് ബട്ടർ ആഡ് ചെയ്യുക. ഇതിലേക്ക് ലേശം കണ്ടൻസ്ഡ് മിൽക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടേബിൾ സ്പൂൺ കേട്ടോ. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. രണ്ടും നമ്മൾ ഒരേ ടൈം ചെയ്യണം. ഇപ്പം മാംഗോ ഇഷ്ടമല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓറഞ്ച് എടുക്കാം. ഓറഞ്ച് ഇതേപോലെ ജ്യൂസാക്കി എടുത്താൽ മതി നിങ്ങൾ. ഇതിനകത്ത് നമ്മൾ മിൽക്ക് ആഡ് ചെയ്ത് ചെയ്യാൻ പാടില്ല. കാര്യം മിൽക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുളിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് പിരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സെപ്പറേറ്റ് വേണം മാംഗോ ആയാലും ഓറഞ്ചൊക്കെ ആയാലും ചെയ്തെടുക്കാനായിട്ട്. ഒന്ന് ഇതേപോലെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ കേട്ടോ, ഹൈ ഫ്ലെയിമിൽ ഇടരുത് ഒരിക്കലും. ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുക. ഇതേപോലെ ഒന്ന് കട്ടിയാക്കി എടുക്കണം നമ്മളതിനെ. ഞാനപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. മാംഗോ ഒരുവിധം കട്ടിയായി വന്ന് ഞാൻ മാറ്റി വെച്ചായിരുന്നു പാന്. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം നമ്മൾ ഈ പാന്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്യാം. നല്ല കട്ടിയായി കിട്ടും കേട്ടോ. നമുക്കത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും ഇളക്കാനായിട്ട്. നമ്മൾ കോൺഫ്ലോർ കുറച്ചേ ആഡ് ചെയ്തിട്ടുള്ളൂ. കോൺഫ്ലോർ ആഡ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് പെട്ടെന്ന് കട്ടിയായി കിട്ടും, പക്ഷേ അതിന് അത്രത്തോളം ടേസ്റ്റ് കാണത്തില്ല. അപ്പോൾ ഞാൻ എടുത്ത ക്വാണ്ടിറ്റിയിലുള്ള കോൺഫ്ലോർ മാത്രമേ നിങ്ങൾ ആഡ് ചെയ്യാവുള്ളൂ. നല്ല കട്ടിയായി വരുന്നുണ്ട്. നമ്മൾ സ്പൂണിൽ അത് പറ്റി പിടിച്ച് ഇരിക്കണം, ആ ഒരു രീതിയിൽ ആകുമ്പോൾ മനസ്സിലാവും അത് നല്ല കട്ടിയായിട്ടുണ്ടെന്ന്. ഞാനിപ്പോൾ മാംഗോ നമ്മൾ കട്ടിയാക്കി വെച്ചിരുന്നതിലേക്ക് ലേശം കോൺഫ്ലവറും
ശകലം ചൂടുവെള്ളത്തിലാണ് ഈ കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ലൈറ്റ് ചൂടുള്ള മാംഗോ പൾപ്പിൽ വേണം കോൺഫ്ലവർ ആഡ് ചെയ്യാനായിട്ട്. നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് നിങ്ങൾ ആഡ് ചെയ്യേണ്ട, അങ്ങനെയാണെങ്കിൽ അത് കട്ടിയാവാൻ ചാൻസും ഉണ്ട് കോൺഫ്ലവർ ആയതുകൊണ്ട്. ഇനി ഞാൻ ബൗളിലേക്ക് കുറച്ച് ജാമാണ് ആഡ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഞാനിപ്പോൾ മിൽക്കില്ല നന്നായിട്ട് ഞാൻ വറ്റിച്ചെടുത്തായിരുന്നു. കണ്ടോ, ആ സ്പൂണിൽ നന്നായി പറ്റി പിടിച്ചിരിക്കണം, അതാണ് അതിൻ്റെ പരുവം എന്ന് പറയണം, മിൽക്ക് കട്ട് ചെയ്യാവുന്നതിൻ്റെ. ഇതിലേക്ക് കുറേശ്ശെ ആഡ് ചെയ്യാം. ഒന്ന് ഇതേപോലെ കുറേശ്ശെ ആഡ് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കുക. അതിനുശേഷം മാത്രമേ നമ്മൾ മാംഗോയുടെ പൾപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ. ഇതിപ്പോൾ ഞാൻ 5 മിനിറ്റ് ഒന്ന് ഫ്രീസറിനകത്ത് വെച്ചതിന് ശേഷം എടുത്തതാണ്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് കാഷ്യൂസ്, ബദാം, പിസ്ത എല്ലാം കൂടി ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ മാംഗോയുടെ പൾപ്പ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്നതിന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളിത് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും സ്പൂൺ വെച്ചിട്ട് പയ്യെ മാത്രമേ നന്നായിട്ട് എല്ലാ സൈഡും ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കാവുള്ളൂ. ജസ്റ്റ് ബ്രഷോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് സോഫ്റ്റായിട്ട് തടവി ഫുള്ളായിട്ട് ആ ബൗളിൽ ഫില്ലാക്കി എടുക്കുക. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കും എത്രമാത്രം ടേസ്റ്റി ആയിരിക്കും ഈ പുഡിംഗ് എന്ന്. ഞാനിപ്പോൾ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്, ഇതൊന്ന് എല്ലാ സൈഡും ഒന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. മാംഗോയുടെ പൾപ്പെല്ലാം ഞാൻ എല്ലാ ബൗളിലും നന്നായിട്ട് സെറ്റ് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ബദാം എല്ലാം പൊടിച്ച് വെച്ചിരുന്നില്ലേ, അതെല്ലാം കൂടി ആഡ് ചെയ്യുക ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട്. ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേക്ക് താഴെ വെച്ചാൽ മതി, ഫ്രീസറിൽ വെക്കണമെന്നില്ല. താഴെ വെച്ചൊന്ന് സെറ്റ് ചെയ്ത് എടുക്കുക. എന്നിട്ട് നമ്മൾ സെർവ് ചെയ്യാൻ പോകുന്നതിനും ഒരു 5 മിനിറ്റ് മുന്നേ ഒന്നെടുത്ത് ഫ്രീസറിനകത്ത് വെച്ചിട്ട് വേണം സെർവ് ചെയ്യാനായിട്ട്. ഈ റെസിപ്പി നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.